ജെയിംസ്, അപ്പോൾ ഹൗസ് ബിൽഡിങ്ങിന് പോകുമ്പം നമുക്ക് ജർമ്മൻ വിസയാണോ ഷെങ്കൻ വിസയാണോ കിട്ടുന്നത്? ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, ആളുകൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ ചിലർ പറയുന്നുണ്ട് ഇതുമായിട്ട് ജർമ്മനി മാത്രമേ പോകാൻ പറ്റുള്ളൂ, വേറെ എവിടെയും പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി എനിക്ക് തോന്നുന്നു കൊടുക്കേണ്ട അത്യാവശ്യമാണ്. ശരിയാണ്, തീർച്ചയായും കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ വിസയ്ക്ക് പറയുന്ന പേരാണ് ഡി ടൈപ്പ് വിസ. ടൈപ്പ് ഡി ടൈപ്പ് എന്നാണ് പറയുക. അത് ശരിക്കും പറഞ്ഞാൽ ലോങ് സ്റ്റേ എന്ന് പറയും. ലോങ് സ്റ്റേ വിസയാണ്. ശരിക്കും 90 ദിവസത്തിൽ കൂടുതൽ, എന്നാൽ ഒരു വർഷത്തിൽ കൂടില്ലാത്ത രീതിയിൽ. ഒരു വർഷമാണ് മാക്സിമം വിസയുടെ കാലാവധി വരുള്ളൂ, പക്ഷേ 90 ദിവസത്തിന് മുകളിലുള്ള വിസയാണ്. സോ ഈ വിസയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വിസ വെച്ചുകൊണ്ട് ജർമ്മനിൽ മാത്രമല്ല ഷെങ്കൻ കൺട്രീസിൽ എവിടെ വേണേലും അൺലിമിറ്റഡ്, യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന ഏതൊരു കൺട്രി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ട്രാവൽ ചെയ്യാം അവിടെ. അങ്ങനെ നമ്മുടെ പിള്ളേർ ആരും ട്രാവൽ ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലോ. നമ്മളുടെ ഫിയോണയൊക്കെ സ്വിറ്റ്സർലാൻഡ് പോയി എന്നുള്ള ഒരു ഇതൊക്കെ നമ്മൾ കേട്ടില്ല. എനിക്ക് തോന്നുന്നു സ്വിറ്റ്സർലാൻഡ് മാത്രമല്ല, ഫ്രാൻസിൽ ഈഫർ ടവർ, പാരീസിൽ പോയിട്ട് അവിടുത്തെ ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ആൽപ്സ് പർവ്വതം ഇല്ലേ, അതിന്റെ മുകളിലൊക്കെ പോയി. അതേമാതിരി സ്കാൻഡിനേവിയൻ കൺട്രിയിലേക്ക് പോയ ആളുകളുണ്ട്. കാരണം നമ്മൾ ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോകണത്, അല്ലെ കർണാടകയിൽ പോകണം, ബാംഗ്ലൂർ പോകണം, ദൂരമുള്ള അവിടുന്ന് ഓരോ സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരു ബാരിയറും ഇല്ലാതെ അവർക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ കുട്ടികൾ വീക്കെൻഡിലും ഡെസ്റ്റിനേഷനിലൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി എന്താ പറയുക, ചെറിയ പ്രായത്തിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ആഗ്രഹമാണ്. ഇപ്പം എനിക്ക് എൻ്റെ മനസ്സിലുള്ള നമുക്ക് ഇതുവരെ നടക്കാത്ത പല ആഗ്രഹങ്ങളുമാണ് ഇവര് ചെറിയ പ്രായത്തിൽ ഇവര് നടപ്പിലാക്കുന്നത്. അത് ഭയങ്കര ഒരു ജീവിതത്തിൽ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് മെയിൻ ഇതിനൊക്കെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ്. അവിടുത്തെ റോഡ്സ് ആയിക്കോട്ടെ, അവിടുത്തെ റെയിൽവേസ് ഒക്കെ അത്രയും അഡ്വാൻസ്ഡ് ആണ് അല്ലേ. അതായത് നമ്മളിപ്പം വന്ദേ ഭാരത് എത്ര കിലോമീറ്റർ, 110 കിലോമീറ്റർ 120 കിലോമീറ്ററിൽ പോലും അച്ചീവ് ചെയ്തിട്ടില്ല. അത് ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ആലോചിച്ചു സാർ. നമ്മളിപ്പോൾ കോഴിക്കോടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് ഇപ്പോൾ വന്ദേ ഭാരതിൽ നമുക്ക് 2 മണിക്കൂറിൽ പോകാന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. എത്ര കിലോമീറ്റർ ഉണ്ട്? 200 കിലോമീറ്റർ തികച്ചില്ല. ഈ 110-120 കിലോമീറ്ററിൽ ഇപ്പോൾ ചൈന 1000 കിലോമീറ്ററിൽ ടെസ്റ്റിംഗ് നടത്തി തുടങ്ങി ട്രെയിനിൽ. അപ്പോൾ ജർമ്മനിയിലൊക്കെ 350-400 കിലോമീറ്ററിലൊക്കെ ട്രെയിൻ പോകാന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് തന്നെ ഏറ്റവും കോമഡി, ഇവര് ഈ ജർമ്മനിയിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുന്ന 6 മണിക്കൂർ കൊണ്ട്. നമ്മളിവിടുന്ന് എന്താ നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മള് വയനാട്ടിൽ നിന്ന് എറണാകുളം വരെ വന്ന സമയം കൊണ്ടാണ് അവർ മറ്റൊരു 6 മണിക്കൂർ എങ്ങനെ എറണാകുളത്താനാണ്. അതെ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ജർമ്മനിയിൽ നിന്ന് കഴിച്ചിട്ട് ലഞ്ച് സ്വിറ്റ്സർലൻഡിൽ പോയി കഴിച്ചിട്ട് ഡിന്നറിന് വേറെ സ്ഥലത്ത് പോയി കഴിക്കാൻ വരുന്ന മാതിരിയുള്ള സാഹചര്യമാണ്. അങ്ങനെയാണ് അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി. എനിക്ക് തോന്നുന്നത്, അതായത് ഇപ്പം നമ്മൾ വിസയെ കുറിച്ച് സംസാരിച്ചു, നമുക്കിത് യൂറോപ്യൻ യൂണിയൻ അൺലിമിറ്റഡ് ട്രാവൽ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ജർമ്മനിയിൽ വൺസ് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ സാർ, നമ്മളിപ്പം ഫിനാൻഷ്യലിനെ കുറിച്ച് സംസാരിച്ചു, അവരുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് സംസാരിച്ചു. പക്ഷെ അത് മാത്രമല്ലല്ലോ, ഇപ്പം ഞാനിപ്പോൾ ഒരു ഒരു 20 വയസ്സുള്ള ഒരാളായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ബക്കറ്റ് ലിസ്റ്റുകൾ ഉണ്ടാവും. ജർമ്മനി നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എന്താണ് ജർമ്മനി അവർക്ക് മുമ്പിൽ എന്തൊരു ഓപ്പർച്യൂണിറ്റീസാണ് കൊടുക്കുന്നത്, എന്തൊക്കെ ഫെസിലിറ്റീസ് അവർ കുട്ടിക്ക് കൊടുക്കുക അവിടെ? അതായത് നമ്മളിപ്പം സംസാരിച്ചല്ലോ, അതായത് ഒരു ഡെവലപ്ഡ് കൺട്രി ചെല്ലുന്ന ഒരാളുടെ ജീവിതത്തിൽ 35 അല്ലെങ്കിൽ 40 വർഷം മുന്നിലേക്ക് അവർക്ക് ഒരു ദിവസം കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് പറയാം. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് തുടങ്ങാം. അപ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. ഇപ്പം വയനാട്ടിലോ ഇടുക്കിയിലോ ഒക്കെ ഉള്ളൊരു കുട്ടി കൊച്ചിയിൽ പഠിക്കാൻ വരിക എന്ന് വിചാരിക്കുക. അപ്പം ഇടുക്കിയിൽ നിന്നുള്ള ഒരു ഗ്രാമത്തിൽ നിന്നുള്ളൊരു കുട്ടി കൊച്ചിയിലേക്ക് വരുമ്പം ഒരു ദിവസം കൊണ്ട് ഒരു 10 വർഷമെങ്കിലും മുന്നിലേക്ക് അവർക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. ഇപ്പൊ കൊച്ചിയിലുള്ള ടെക്നോളജിക്കലായിട്ടും എല്ലാ കാര്യങ്ങളുള്ള അഡ്വാൻസ്മെന്റ് ഇടുക്കിയിലുള്ളൊരു സ്ഥലത്തേക്ക് എത്താനായിട്ട് ഒരു 10 വർഷത്തെ ഗ്യാപ്പെങ്കിലും പലപ്പോഴും ഉണ്ടാവും. അപ്പം നമ്മുടെ രാജ്യത്തു നിന്ന് ഒരാൾ ജർമ്മനി പോലുള്ള ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ എത്തുമ്പോൾ ഒരു 40 years എങ്കിലും അവർക്ക് മുന്നിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് പല എക്സാമ്പിൾ വെച്ചിട്ട് അതിനെ നോക്കാം. അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം എന്താന്ന് പറയുക, നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന കാറുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടെക്നോളജി വെച്ച് ഉണ്ടാക്കുന്ന മാരുതി അല്ലെങ്കിൽ അംബാസിഡർ, മഹീന്ദ്രയുടെ കാറുകൾ അല്ലെങ്കിൽ ടാറ്റയുടെ കാറുകൾ, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ടെക്നോളജി. നമ്മുടെ തന്നെ നിരത്തിൽ കൂടി ഓടുന്ന ലക്ഷറി കാറുകളെല്ലാം തന്നെ ഇപ്പോൾ മെഴ്സീഡസ് ബെൻസ് ആണെങ്കിലും ഓഡി ആണെങ്കിലും BMW ആണെങ്കിലും പോർഷെ ആണെങ്കിലും ഇതെല്ലാം ജർമ്മൻ ടെക്നോളജിയിൽ ഉണ്ടാക്കുന്ന കാറുകളാണ്. ഇനി സെക്കൻഡറി കാറുകൾ ആലോചിച്ച് നോക്കെ, പിന്നെ നമ്മളെ ഇത് പിന്നെ എന്താ പറയുക, കിയ, MG ഹെക്ടർ, ഇതെല്ലാം വിദേശ രാജ്യത്ത് നിന്ന് വരുന്ന ജാപ്പനീസ് ടെക്നോളജിയാണ്. അപ്പം നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരാൾ ജർമ്മനി പോകുമ്പം അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഈ ടെക്നോളജിക്കലി അഡ്വാൻസ്മെന്റ് പെട്ടെന്ന് അവരുടെ ജീവിതത്തിലേക്ക് വരികയാണ്. മാരുതി സ്വിഫ്റ്റ് കാർ ഓടിച്ചാൽ അവിടെ പോയിട്ട് ബെൻസ് ഓടിക്കുന്ന അവസ്ഥ. അതായത് നമ്മൾ 110 കിലോമീറ്റർ ഉള്ള വന്ദേ ഭാരതിൽ പോകുന്ന നമുക്ക് അവിടെ ചെന്നാൽ പിറ്റേ ദിവസം 350-400 കിലോമീറ്റർ സ്പീഡുള്ള ബുള്ളറ്റ് ട്രെയിനിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഓപ്പർച്യൂണിറ്റി. അതായത് അതിനി നമ്മുടെ നാട്ടിൽ വരണമെങ്കിൽ എത്ര വർഷം കഴിയണം ആ ഒരു ടെക്നോളജിയിലേക്ക് വരണമെങ്കിൽ. അപ്പോൾ എല്ലാ മേഖലയിലും ഉള്ള ഏറ്റവും ഉയർന്ന ടെക്നോളജി ഈ വികസിത രാജ്യങ്ങളിലാണ് ഉത്ഭവിക്കുന്നതും വരികയും ചെയ്യുന്നത്. അപ്പം ഒരാൾ അവിടെ ചെല്ലുമ്പോൾ അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇത് അപ്പം തന്നെ വരികയാണ്. അത് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇനിയും 30-40 വർഷം കഴിഞ്ഞു. ഇപ്പം നമ്മൾ ലോകത്തിൻ്റെ കാര്യം തന്നെ നമ്മൾ എടുത്തു നോക്കുക. അതായത് ഇപ്പം ആളില്ലാതെ ഓടുന്ന കാറുകൾ നിരത്തിൽ ഒരുപാട് വന്നു കഴിഞ്ഞു പല രാജ്യങ്ങളിലും.
നമ്മുടെ രാജ്യത്ത് അത് വരണമെങ്കിൽ എത്ര വർഷം കഴിയും? പലപ്പോഴും പിന്നെ ഡ്രോണുകളാണ് കൊറിയർ സർവീസ്, പാർസൽ സർവീസ്, പല കാര്യങ്ങളും പല രാജ്യങ്ങളിലും ചെയ്യുന്നത്. അത് നമ്മുടെ നാട്ടിൽ വരാൻ വേണ്ടിയിട്ട് എത്ര നാളുകളെടുക്കും? ഇപ്പോൾ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ നമുക്കറിയാം, യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക്, എക്സ്, ഇതെല്ലാം ഈ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ എന്താ പറയുക കോൺട്രിബ്യൂഷൻസ് ആണ്. നമ്മളത് ഉപയോഗിക്കുന്ന ആളുകളാണ്, അത് ഡെവലപ്പ് ചെയ്യുന്നതോ കൊണ്ടുവരുന്നതൊക്കെ അവരാണ്. ഇപ്പൊ AI ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ലോകത്ത് കേൾക്കുന്നു. അടുത്ത ഗെയിം ചേഞ്ചർ ആണ്. ഗെയിം ചേഞ്ചർ ആണ് അത്. ഇപ്പം ഒരു ജർമ്മനി പോകുന്ന ഒരു സ്റ്റുഡൻസിന് അതിന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും അതിലേക്ക് ജോലിയിൽ പോകാനും ഒക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അതിന്റെ ശൈശവ തിയറി ബുക്കിലുള്ള പഠനമുള്ളൂ. നമ്മളിപ്പോൾ എൻഡ് യൂസേഴ്സ് ആണ് സാർ. ഇതിപ്പം ChatGPT വന്നു, ഇപ്പം നമുക്കിന്ന് റീസെന്റ് എന്തൊക്കെ ഇപ്പം ജെമിനി വന്നു, എല്ലാം വന്നു. ഇപ്പൊ ചൈന റീസെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മൾ എൻഡ് യൂസേഴ്സ് ആണ്, നമ്മൾ അവരുടെ കസ്റ്റമർ ആയിട്ട് മാറുകയാണ് ആക്ച്വലി. ഈ ജർമ്മനി പോയ ആളുകൾക്ക് ഇങ്ങനെ വേണം ചിന്തിക്കുക. അതായത് ഞാനിനി പണിയൊന്നും എടുക്കുന്നില്ല, 10 റോബോട്ടിനെ പണിക്ക് വിട്ടിട്ട് ഞാൻ ജീവിക്കുന്നത് ചിന്തിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയിലേക്ക് അവർക്ക് എത്താൻ വേണ്ടി പറ്റും വളരെ വേഗം. നമ്മൾ വേൾഡിലൊക്കെ കണ്ടിട്ടില്ല, ഇപ്പൊ റോബോട്ടുകൾ ജോലി ചെയ്യുന്ന ഒരേ മാതിരി. ഞാൻ രാവിലെ 10 ആളെ പണിക്ക് വിടുക റോബോട്ടിനെ, അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ വിടുന്ന മാതിരി. എന്നിട്ട് വൈകുന്നേരം നിന്നാൽ അവരെ ശമ്പളം മേടിക്കുക എന്നുള്ള ലെവലിലേക്ക് വരും. ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറെ കാലങ്ങൾ എടുക്കും. അപ്പം ഒരു ഡെവലപ്ഡ് കൺട്രി പോണ ആളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള പല മാറ്റം, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ ടെക്നോളജിക്കിലുള്ള മാറ്റമുണ്ട്, ഇൻഫ്രാസ്ട്രക്ചറിലുള്ള മാറ്റം അവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഇപ്പം എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ ഞാൻ വിചാരിക്കും. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ടൗണിൽ കൂടി ഒരു റിവർ ഒഴുകുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കോഴിക്കോടാണെങ്കിൽ നമ്മുടെ കനോലി കനാലിന്റെ കാര്യം എടുക്കാം. നമ്മുടെ എല്ലാ വേസ്റ്റും ഡംപ് ചെയ്യാനുള്ള ഒരു സാധനമായിട്ടാണ് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത്. എല്ലാ ഹോട്ടലിലെ മാലിന്യം ഒഴുക്കി വിടുക, അല്ലെങ്കിൽ ആരും കാണാതെ കാറിൽ നിന്ന് പാക്കറ്റ് എടുത്ത് അതിലേക്ക് വലിച്ചെറിയുക, എന്നിട്ട് അത് കറുത്ത വെള്ളവും ഇങ്ങനെയൊക്കെ ആയിട്ട് പോകണത്. ഇപ്പം നമ്മൾ കൊച്ചിയിൽ ഇപ്പോൾ പെരിയാറ് ആ വഴി ഒഴുകുന്നുണ്ട്. പെരിയാറിന്റെ കാര്യം എന്താണ്? കമ്പനികളുടെ എല്ലാം എന്താ പറയുക മാലിന്യങ്ങളെല്ലാം ഇത് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അതിലെ വെള്ളത്തിന് ഭയങ്കര ക്വാളിറ്റി കുറവാണ്. നമ്മുടെ ഏത് ഡെവലപ്പർ കണ്ടിട്ട് ഒരു വീഡിയോ എടുത്തു നോക്കുക, ഏറ്റവും ഭംഗിയുള്ള ഒരു റിവർ റിവറിനെ ബേസ് ചെയ്ത് അതിൽ കൂടി ബോട്ടിങ് കാര്യങ്ങൾ, അത് അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കി പാർക്കുകളെ കാര്യങ്ങളെ എല്ലാം ഉള്ള ഒരു സ്ഥലമായിട്ടാണ് അവരിതിനെ മാറ്റിയത്. അതായത് ആളുകളുടെ കൾച്ചറിന്റെ ഡിഫറൻസ് ആണത്. അപ്പം അത് ഈ ഒരു കുട്ടി അവിടെ പോകുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഇതെല്ലാം വരികയാണ്. ക്വാളിറ്റി ഓഫ് ലൈഫ് പല വിധത്തിൽ. അത് പറഞ്ഞപ്പോൾ സാർ എനിക്കൊരു ഓർമ്മ, ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇപ്പൊ ഈ 6 ലൈൻ റോഡുകളൊക്കെ വന്നു, വന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെയും കൂടി പോയാൽ നമുക്ക് 100-110 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. എനിക്കൊന്ന് ജർമ്മനിയിൽ ഏതോ ട്രാക്ക് തന്നെയാണ്. അതായത് ജർമ്മനിയിലെ എക്സ്പ്രസ് വേനെ ഓട്ടോ ബാൻ എന്നാണ് പറയുക. അതായത് ഇപ്പൊ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ സ്വപ്നമാണ് ആക്ച്വലി ജർമ്മനിയിലെ ഓട്ടോ ബാൻ ഹൈവേയിൽ വണ്ടി ഓടിക്കാൻ. സ്പീഡ് ലിമിറ്റ് ഇല്ല, ഇൻഫിനൈറ്റ് സ്പീഡാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി എത്ര സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നോ നിങ്ങൾക്ക് ഓടിക്കാം അവിടെ. ലൈക്ക് അതായത് വേൾഡിൽ എല്ലായിടത്തുള്ള ആളുകൾ ഒരു എക്സൈറ്റ്മെന്റ് ആണ് അതിലേക്ക് വണ്ടി ഓടിക്കാന്നുള്ളത്. അല്ല, അങ്ങനെ ഓടിക്കാൻ പറ്റുന്ന വണ്ടി അവിടെ ഉള്ളൂ, ഇവിടെ ഇല്ല. നമ്മുടെ നല്ല ഭാരത് എടുത്ത് 200 ആകുമ്പോൾ നിന്ന് പോകും. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പേടി സ്വപ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഹൈവേ ഒക്കെ വന്നു കഴിയുമ്പോൾ ആളുകൾ നമ്മുടെ മാരുതിയൊക്കെ എടുത്തിട്ട് ഹൈവേ കയറി 140 ഓടിച്ച് ബ്രേക്ക് ഇടുമ്പോഴത്തേനും അത് ചിലപ്പോൾ അടുത്തുള്ള പറമ്പിലോ വയലിലോ ഒക്കെ ആയിരിക്കും വണ്ടി ഉണ്ടാകുക. അപ്പം ആ ക്വാളിറ്റിയുള്ള ലൈഫ് അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി, അവരുടെ പെൻഷൻ സ്കീമുകൾ, ഇതെല്ലാം തന്നെ നമുക്ക് ക്വാളിറ്റിയുള്ള ലൈഫ് ആളുകൾക്ക്, അതായത് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി പോയി ജീവിക്കാനുള്ള കാര്യം. അതേപോലെ ലോകത്തിൽ പുതുതായിട്ട് വരുന്ന എന്ത് കാര്യങ്ങളും ആദ്യം വരുന്നത് ഡെവലപ്ഡ് കൺട്രീസിലാണ്. ഇപ്പം ഏറ്റവും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പം നമ്മളിപ്പം എന്താ പറയുക, ഈ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൽ ഇന്ത്യ ഭയങ്കര മുന്നിലാണ്. ചന്ദ്രയാൻ വിട്ടു, നമ്മൾ അബ്ദുൽ കലാം സാർ ഉണ്ടായതിനു ശേഷം ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് പലതും. ഇപ്പം നമ്മളെന്താ വെച്ചാൽ ചന്ദ്രനിലേക്ക് ഒരു പേടകം പോയി ഒരാഴ്ച അവിടെ വർക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അത് തണുപ്പ് വന്നപ്പോൾ നിന്നുപോയി. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം ഉണ്ടായിട്ടുള്ളത്. നമ്മളൊരു ഹ്യൂമനെ ചന്ദ്രനിലേക്ക് വിട്ട് സേഫായിട്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇനി ഒരു 15-20 വർഷമെങ്കിലും നമ്മൾ ആ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയാലേ നമുക്കത് സാധ്യമാവുള്ളൂ. 1969 അമേരിക്ക അപ്പോളോ വാഹനം ഉപയോഗിച്ച് ചന്ദ്രനിലെ ആൾ പോയി തിരിച്ചു വന്നു. അപ്പം 1969 അമേരിക്കയുടെ ടെക്നോളജി എത്താൻ ഈ 2024 നമുക്ക് സാധിച്ചിട്ടില്ല. ഇനി 20 വർഷമെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്താലേ ആ ടെക്നോളജിയിലേക്ക് വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അല്ലേ, നമ്മൾ കേൾക്കുന്നവരോട് ഒരിക്കലും ഇതൊരു നമ്മുടെ ടെക്നോളജിനെ താത്തി പറയുന്നതല്ല, നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മറ്റേ റിയാലിറ്റി. അതായത് പുതിയ കാലഘട്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ ലോകം ഒരു യൂണിറ്റ് ആയിട്ടാണ് പുതിയ തലമുറയിലെ കുട്ടികളെ കാണുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അവർ സോഷ്യൽ മീഡിയയിൽ നമുക്ക് രാജ്യങ്ങളുടെ അതിർവരമ്പുകളില്ല. ഒരു വെർച്വൽ ആയിട്ടുള്ള ഒരു മൊത്തം ഒരു ലോകമായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതിൽ കൂടുതൽ അപ്പം അവർ എവിടെയാണ് അഡ്വാൻസ്മെന്റ് ഉള്ള അവിടേക്ക് മൂവ് ചെയ്യാൻ കുട്ടികൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അത് നമ്മൾ നമ്മുടെ രാജ്യത്തെ കുറ്റം പറയുന്നത് കൊണ്ട് അല്ല.
പലപ്പോഴും നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ റിയാലിറ്റി പല ആളുകളും കാണുന്നില്ല എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. റിയാലിറ്റി കണ്ടാൽ മാത്രമല്ലേ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം ഇലോൺ മസ്ക് ഒക്കെ പിന്നെ ചൊവ്വയിലോട്ട് ആളുകൾ പോണ കാര്യം, അവിടെ താമസിക്കുന്ന കാര്യം, അല്ലെങ്കിൽ അവിടെ മനുഷ്യന്റെ കോളനി ഉണ്ടാക്കുന്ന കാര്യം, ഇതിനെപ്പറ്റിയൊക്കെയാണ് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ അതിന് സമയത്ത് നമ്മൾ റിവേഴ്സ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളാണ്. ഈ ചൊവ്വ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും, കല്യാണം മുടക്കുന്ന കാര്യം, അല്ലെങ്കിൽ ചൊവ്വ പലതും നമ്മളെ ഉപദ്രവിക്കുന്ന കാര്യം, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ റീസെന്റ് ആയിട്ടില്ല, ചൈന മറ്റേ ലൈഫ് ലോങ് വാലിഡിറ്റി ഉള്ള ബാറ്ററി ആയിട്ട് ഇൻവെന്റ് ചെയ്തു. അങ്ങനെ ഒരു ടെക്നോളജി വരുന്നതിനെ പറ്റി എന്നുവെച്ചാൽ ബാറ്ററി മേടിച്ച ജീവിതകാലത്തിന് പിന്നെ അത് റീചാർജ് ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ടതെന്ന്. നമ്മുടെ പ്രശ്നമേ, നമ്മൾ ഒരു കൺസ്യൂമർ കൺട്രിയാണ് ആക്ച്വലി. നമ്മളെല്ലാം നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് നല്ലതുണ്ട്, പക്ഷെ ആലോചിച്ച് നോക്കുക. ഇപ്പം ഞാൻ ഒരിക്കലും ഈ യങ് ജനറേഷനിലെ കുട്ടികളെ കുറ്റം പറയില്ല. ലൈക്ക് മെജോറിറ്റി ആളുകളും പുറത്തേക്ക് പോകുന്നത് ഇവിടുത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസിന്റെയോ സാറ് പറഞ്ഞ സിസ്റ്റത്തിന്റെ പ്രശ്നം കൊണ്ടാണല്ലോ ആക്ച്വലി. അപ്പോൾ അവർക്ക് ഇപ്പം നമ്മൾ ആലോചിച്ചൊക്കെ നമ്മുടെ IIT ഗ്രാജുവേറ്റ്സും എല്ലാവരും എവിടെ പോയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നല്ല സ്പേസ് എന്തോസിയായിട്ട് ആയിട്ടുള്ള എത്ര പേരാണ് ISROയിൽ വർക്ക് ചെയ്യുന്നത്, പക്ഷേ നാസയിൽ നമുക്ക് കുറേ പേരെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ള, ഫ്യൂച്ചറുള്ള, സാറ് പറഞ്ഞ സോഷ്യൽ സെക്യൂരിറ്റി ഉള്ള, അല്ലെങ്കിൽ ഫാഷനുള്ള, അവർക്കുള്ള ഫെസിലിറ്റി ഉള്ള സ്ഥലത്തേക്കാണല്ലോ അവർ പോവുക. ഇപ്പം സിമ്പിളായിട്ട് ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിൽ പോയ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവരെ നമ്മളിവിടെ അവരുടെ ലാംഗ്വേജ് പഠിക്കുന്ന സ്റ്റേജ് തൊട്ട് കാണുന്നതാണ്. ഇപ്പം അപ്പോൾ ഗേൾസിന് എസ്പെഷ്യലി നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ അവരുടെ ഡ്രസ്സിങ് മാറി, അവർ യൂസ് ചെയ്യുന്ന കോസ്റ്റ്യൂംസ് മാറി, അവരുടെ ഹെയർ സ്റ്റൈൽ മാറി. ഇപ്പം നാട്ടിൽ കുട്ടികളുടെയൊക്കെ ഒരു സ്വപ്നമാണ് അല്ലെങ്കിൽ ഐഫോൺ വാങ്ങാന്നുള്ളത്. അപ്പോൾ നാട്ടിൽ EMI വാങ്ങണം. നമ്മളിപ്പം സിമ്പിൾ ജോക്കായിട്ട് വരും, നമുക്കൊരു കിഡ്നി കൊടുത്ത് വാങ്ങുമെന്ന് നമ്മൾ പറയാറ്. യൂറോപ്പിലൊക്കെ പോയിട്ട് ഈ 1400 സ്റ്റൈഫൻഡ് കിട്ടുന്ന ഒരാൾക്ക് ഐഫോണൊക്കെ വാങ്ങാന്ന് പറഞ്ഞാൽ ഒരു യൂട്ടിലിറ്റി മാത്രമാണ്, ലൈക്ക് ഒരു ലക്ഷറി ഒന്നും അല്ല അവിടെ. അപ്പോൾ അത്രയും, അതായത് ഒരു 19 വയസ്സിലേക്ക് സ്വന്തമായിട്ടുള്ള ഇതുകൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. ഇപ്പം ബോയ്സ് ആണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു കാർ വാങ്ങാന്ന് പറയുന്നതൊന്നും ഇപ്പം നോർമലി ഇന്ത്യയിൽ ആലോചിച്ചോക്കെ ഒരു കാറ് ഇൻഡിപെൻഡൻ്റ്ലി നമുക്ക് ഒരു 25-28 വയസ്സാകുമ്പോഴാണ് ഒരാൾക്കൊരു 30-40 രൂപ സാലറി കിട്ടുക. അന്നേരം വീടിൻ്റെ ലോൺ ഉണ്ടാവും. കാരണം അപ്പോൾ ഇതൊക്കെ അഫോർഡ് ചെയ്യാന്ന് പറയുന്നത് ടെക്നിക്കലി പോസിബിൾ അല്ല. പക്ഷേ ജർമ്മനി പോലത്തെ വൺസ് ഒരു രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ കുറേ കൂടി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളായിട്ട് മാറുന്നുണ്ടല്ലോ. ഈ പിന്നെ മൈഗ്രേഷൻ എന്ന് പറയുന്ന കാലം ചരിത്രാതീത കാലം തൊട്ടേ ഉള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ സയൻസ് പറയുന്നത് മനുഷ്യൻ ഉത്ഭവിച്ചത് ആഫ്രിക്കയിലാണെന്നാണ് സയൻസ് പറയുന്നത്. മതങ്ങൾ പല വേർഷനും ഉണ്ട്, എന്നാലും സയൻസ് പറയുന്നത് അവിടെ ഈ ആഫ്രിക്കയെ ഉത്ഭവിച്ച മനുഷ്യൻ എന്തിനാണ് ഇന്ത്യയിലും US ഇവിടെ എല്ലാം എത്തിച്ചേർന്നത്, എങ്ങനെയാണ് ഇവർ ഓപ്പർച്യൂണിറ്റി തേടിയാണ് ഓരോ സ്ഥലത്തേക്ക് മൂവ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ അറിയാം, പണ്ട് നദീതടങ്ങളിലായിരുന്നു സംസ്കാരം ഉണ്ടായിട്ടുള്ള ആളുകൾ പണ്ട് മൈഗ്രേറ്റ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന നദീതടങ്ങളിലായിരുന്നു. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട സംസ്കാരങ്ങളായിരുന്നു. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ആളുകൾ മൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പണ്ട് കാലത്തെ ചരിത്രം എടുത്ത് നോക്കേ, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പേ നമ്മുടെ നേതാക്കന്മാരെല്ലാം വിദേശ രാജ്യങ്ങളിൽ പോയി പഠിച്ചിട്ടുള്ള ആളുകളാണ്. ജവഹർലാൽ നെഹ്റു ആണെങ്കിലും, ഗാന്ധിജി ആണെങ്കിലും, ജിന്ന ആണെങ്കിലും, അംബേദ്കർ ആണെങ്കിലും, ഇവരൊക്കെ ആ ഡെവലപ്ഡ് കൺട്രി പോലുള്ള എഡ്യൂക്കേഷനും കൊണ്ട് വന്നിട്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇതിലൊക്കെ ലീഡിങ് ഒക്കെ ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാ കാലത്തും ആളുകൾ ഇങ്ങനെ പോവുകയും ഓപ്പർച്യൂണിറ്റി ഉള്ളിടത്തോട്ട് മൂവ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട് നമ്മുടെ ലോകത്തെ എല്ലാ സ്ഥലത്തും. അതുപോലെ സാർ, സത്യം പറഞ്ഞാൽ ഇന്ത്യൻസ് ആണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവരാണ് ശരിക്കും കഴിവുകൾ ഏറ്റവും കൂടുതലും പുറത്തെടുക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. അതിന് ഉദാഹരണമാണല്ലോ നമ്മുടെ ഗൂഗിളിന്റെ CEO സുന്ദർ പിച്ചായി ആണെങ്കിലും ഏത് പുതിയ ഇതിന്റെ തലപ്പത്താണെങ്കിലും അതിനകത്തൊരു ഇന്ത്യക്കാരൻ എത്തുന്നത് അതുകൊണ്ടല്ലേ. കാരണം അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ ജർമ്മനി ഇപ്പോഴാണ് ഓപ്പൺ ആക്കി കൊടുത്തത്. പണ്ട് US ആയിരുന്നു, UK ആയിരുന്നു ഓപ്പൺ ആയത്. ഇപ്പോഴാണ് ജർമ്മനി ഓപ്പൺ ആയത്. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതായത് ഇനി നമ്മുടെ രാജ്യം കുറെ കഴിയുമ്പം ഇതേമാതിരി ഡെവലപ്ഡ് ആയി നമ്മൾ വെൽക്കമിങ് ആണ്. വരുമ്പോൾ PR കൊടുക്കും, സിറ്റിസൺഷിപ്പ് കൊടുക്കും, ഇവിടെ ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാം ഉണ്ടെങ്കിൽ ആളുകൾ ഇങ്ങോട്ടും വന്നു തുടങ്ങും. അപ്പം ഇത് മനുഷ്യന്റെ എന്താ പറയുക, ജന്മനാ ഉള്ള അവന്റെ ജീനിലുള്ള ഒരു സംഗതിയാണ് ഈ മൂവ് ചെയ്യാന്നുള്ള കാര്യം, മൈഗ്രേറ്റ് ചെയ്യുക, ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുക എന്നുള്ളത്. അതപ്പം ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന്, ഞാൻ പറയല്ലേ, ഒരു നമ്മുടെ ജീവിതത്തിൽ 30 വർഷം ലാഭിക്കാൻ ഒരു ദിവസം കൊണ്ട് സാധിക്കുമെങ്കിൽ ആളുകൾ അത് ഓപ്റ്റ് ചെയ്യുന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമുക്ക് അത്ര നല്ലൊരു കാര്യമില്ല നമ്മുടെ ലൈഫിൽ വരുന്നത്. EduFlair, education driven by passion.